അപ്പനും അമ്മയും ചേർത്ത് മക്കളെ വളർത്തുന്നതാണ് മക്കൾക്ക് ബലം, കുടുംബത്തിന് ഐശ്വര്യം. അപ്പൊ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നവരൊന്ന് എഴുന്നേറ്റേ. യെസ്, ഞാനിപ്പോൾ എന്തായിരിക്കുന്നോ എങ്ങനെയായിരിക്കുന്നോ അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ മാതാപിതാക്കളാണ്. അന്ന് സ്കൂളിൽ PTA അധികമൊന്നും പ്രാബല്യത്തിലെങ്കിൽ പോലും PTA മീറ്റിംഗ് നോക്കുമ്പോൾ എൻ്റെ ചാച്ചനും അമ്മച്ചിയും കൂടെ ഒരുമിച്ച് വരുമായിരുന്നു. മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു സമയവും പാഴല്ല. എനിക്ക് ജോലിയുണ്ട്, അല്ലെ എനിക്ക് വരാൻ സാധിക്കുന്നില്ല, അങ്ങനെ യാതൊരു എക്സ്ക്യൂസ് അല്ല. ആ എക്സ്ക്യൂസസ് കൂട്ടി വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മളുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. നമ്മളുടെ മക്കളുടെ ഭാവി മാതാപിതാക്കളുടെ കയ്യിലാണ്. അനാദിയിലെ നിങ്ങളെ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ നോക്കുക, നിങ്ങളൊക്കെ വളരെ ചെറുപ്പക്കാരാണ്, 40 വയസ്സിൽ താഴ്ന്നവരാണ് ഓൾമോസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കല്യാണ സമയത്ത് 2 തരത്തിലുള്ള ആൾക്കാർ, 2 സാഹചര്യങ്ങളിൽ വന്നവരെയൊക്കെ കാലത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങളെ ചേർത്ത് വെച്ചു. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി. പിന്നെ അതിനുശേഷം ഈശ്വരൻ്റെ അനുഗ്രഹമായി മക്കളെ നൽകി. ആ മക്കളെ നൽകിയതോടെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ തന്നെ മാറി. ഭാര്യ ഭർത്താവ് എന്നുള്ളത് മാറിയിട്ട് പിന്നെ എങ്ങനെയായി? അച്ഛനും അമ്മയുമായി, അല്ലേ? അപ്പനും അമ്മയുമായി ഒരു പുതിയ തലത്തിലേക്ക് മാറുകയാണ്. ആ മാറ്റം നിങ്ങളുടെ ജീവിത അവസാനം വരെ ഉണ്ടായിരിക്കും. മക്കളെ ദാനമായിട്ട് നൽകി, കുടുംബമായി, പിന്നെ സാഹചര്യങ്ങളുടെ പരിമിതികളുണ്ടായി, നിങ്ങൾക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളുണ്ട്, എല്ലാം കൂടി ചേർത്ത് വെച്ച് 1 2 മക്കൾ, ചിലപ്പോൾ ഒരാളായിരിക്കാം, 2 പേരെ 3 പേരെ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പം നിങ്ങൾ വളരെ ചെറുപ്പക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ സമയമുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു വിഷമം വരാത്തവർ അടുത്ത നാളെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. നിങ്ങൾ നാളെ വരുമ്പോഴത്തേക്ക് അവർ പറയുമോ, എൻ്റെ അച്ഛനും അമ്മയും വന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും വന്നില്ല, എൻ്റെ ഉമ്മ വന്നില്ല, എൻ്റെ ഉപ്പ വന്നില്ല. അത് അവരുടെ ഐഡൻറ്റിറ്റിക്ക് തന്നെ കുറവാണ്. ഇവിടെ വന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, വന്നവരോട് സന്തോഷം, വരാത്തവരോടും പറയണം. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിന് ഏറ്റവും ബലം കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. ഏത് വിധത്തിലാകാം, എങ്ങനെയുള്ളവരായിരിക്കാം. നമുക്ക് ജീവിത സാഹചര്യങ്ങൾ ഗുണമുള്ളവരായിരിക്കാം, ആരോഗ്യം കുറഞ്ഞവരായിരിക്കാം, വലിയ ഭദ്രതയൊന്നും എല്ലാ ഫീൽഡിലും ഇല്ലായിരിക്കാം. പക്ഷേ എല്ലാവരും ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു 10, 200, 230 പേരും ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് ഈ പിതാക്കന്മാർ. കുടുംബത്തിൻ്റെ ആശയും ആവേശവും ഹൃദയവുമാണ് ഓരോ അമ്മയും. നിങ്ങളുടെ ഹൃദയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് മക്കളെ വളർത്തുക. എല്ലാവർക്കും മക്കളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വം എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് നാം ആയിരിക്കുന്നത്. അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ രാവിലെത്തോളം അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരെവിടെ പോയാലും അവരുടെ കാലിടറാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി ഉപവസിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി സർവസ്വവും മാറ്റിവെക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഈ കുഞ്ഞുങ്ങൾ വെച്ച് ബാക്കി നമ്മളിരിക്കുന്ന എല്ലാവരും അമ്മയപ്പന്മാരാണ്. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും, നമ്മളുടെ ഓരോ ആരോഗ്യക്കുറവ്, നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമ്മൾ മറന്നു പോകും, മാറ്റിവെക്കും. എന്തിനാണ്? മക്കൾ നല്ലവരാകാൻ, അല്ലേ? മാതാപിതാക്കൾ എങ്ങനെയായിരിക്കുന്നു? മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ, അവരുടെ സൽചിന്തകൾ, അവരുടെ ഹൃദയ വിശാലത, അവരുടെ ധാർമ്മികത, അവരുടെ പ്രാർത്ഥനാമൂലമായ കുടുംബ ബന്ധം, അതാണ് തലമുറകൾക്ക് അനുഗ്രഹമായി മാറുന്നത്. മക്കൾ നല്ലവരായി വളരണമെങ്കിൽ, മക്കളുടെ ഭാവി സുരക്ഷിതമാണെങ്കിൽ, പ്രിയമുള്ള അമ്മയപ്പന്മാരെ, ഈശ്വരൻ കനിഞ്ഞു നൽകുന്ന സമ്മാനമാണ് ഓരോ കുടുംബവും. ആ കുടുംബത്തിൻ്റെ കവലാളാണ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ നിങ്ങൾ. അവിടെ ചേർത്ത് വയ്ക്കേണ്ടത്, അവിടെ ഒരു തുറന്ന പുസ്തകമായി കാണേണ്ടത് നമ്മുടെ മക്കളെയാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ മനസ്സിലുള്ള ആദ്യത്തെ ചിന്ത എന്താണ്? കുഞ്ഞുങ്ങൾ എന്തായിരിക്കും? അവർ വീട്ടിലിരിക്കുമ്പം ഉച്ചയ്ക്ക് ചോറെടുത്ത് കഴിച്ചോളുവോ, അല്ലെങ്കിൽ പിന്നെ ചെയ്ത് വെച്ചത് മതിയായിരുന്നോ, പഠിക്കാനൊക്കെ പറഞ്ഞു ആ പരീക്ഷയായിട്ട് അടുത്ത ടെസ്റ്റ് പേപ്പർ തുടങ്ങുന്നുണ്ട്, പഠിച്ചോണം. പിന്നെ അമ്മ പറയും തുണിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വാഷിംഗ് മെഷീനിലായിരിക്കാം, അല്ലെങ്കിൽ കട്ടിലായിരിക്കാം, അതൊക്കെ എടുത്തൊന്ന് തിരിച്ചേക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കും. അങ്ങനെ ആയിരിക്കണം. കുഞ്ഞുങ്ങളെ വളരെ ഉത്തരവാദിത്വത്തോടെ വളർത്താനുള്ള, പക്വമായി വളർത്താനുള്ള തീരുമാനമെടുക്കേണ്ടത് മാതാപിതാക്കളാണ്. നമ്മൾ വെറുതെ പറഞ്ഞു ജൽപ്പനങ്ങളാണ്. ഇന്ന് മാതാപിതാക്കൾക്കൊക്കെ മക്കളെ പേടിയാണ്. നമ്മൾ വളരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് വരെ 15 വയസ്സിൽ കാണുന്ന കുഞ്ഞുങ്ങളാണ്. അവർ ടീനേജിലേക്കായില്ല, അവരുടെ കൗമാരപ്രായത്തിലാണ്. ഇവിടെ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്? എത്ര
എത്ര തൊട്ടുണ്ട്? 5ാം ക്ലാസ് തൊട്ടുള്ള കുട്ടി, 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ്. അവർ ഒരു ചെടിയായിട്ട് അവരെ നിങ്ങൾ നട്ട് അവര് പുഷ്പിക്കുന്ന കാലം ആകുന്നതേ ഉള്ളൂ. ആ ചെടി വളരെ ഭംഗിയായിട്ട് പടർന്ന് പന്തലിക്കേണ്ടതാണ്. അതിന് വെള്ളവും വളവും ഒക്കെ സമയത്ത് കൊടുക്കണം. അതിൻ്റെ ചുറ്റില് ക്രമീകരണം നടക്കണം. അതിന് വല്ല പുഴുക്ക് തേൽക്കാതെ നോക്കണം. അതിന് വേണ്ട തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. ഒരു ചെടിയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മക്കൾ ഓരോ വലിയ ചെറിയ ചെടികളാണ്. അവർ വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് അവർ സൗരഭ്യം പരത്താൻ പോകുന്നതേ ഉള്ളൂ.